ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് അമേരിക്കൻ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പം വന്നിരിക്കുന്ന ഡേ 3 വ്ളോഗായിട്ടാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടത്തോടെയാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് മെക്സിക്കോലത്തെ. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളുടെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ് ബാക്ക് ടു ഫിലി. ശരിക്കും പറഞ്ഞ് 3 ദിവസം പോയതേ അറിഞ്ഞില്ല. അത്രയ്ക്കും ഓക്യുപ്പൈഡും ബിസി ആയിരുന്നു നമ്മളെല്ലാവരും തന്നെ. കാരണം റെസ്റ്റ് എടുക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയില്ല. അപ്പം ഗായ്സ്, നമ്മൾ ഡേ 3 പോകാൻ പോകുന്നത് വേൾഡിൽ തന്നെയുള്ള ഒരു വണ്ടർ കാണാനാണ്, ചീച്ചൻ ഇറ്റ്സ. അപ്പോൾ കാറിൽ കുറച്ചധികം സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗെയിം കളിക്കുകയായിരുന്നു. അതായത് ഗേൾസ് വേഴ്സസ് ബോയ്സ് ആയിട്ട് നമ്മൾ ആക്ടറിനെ ഗെസ് ചെയ്യണം. അതാണ് കളി. ബിഗ് ബോസിലുണ്ടായിരുന്നു. ബിഗ് ബോസ് നിങ്ങൾ കാണാറില്ല? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എന്ത് നോക്കിക്കോന്നു? ചോദ്യങ്ങളൊന്നും ഇല്ലേ? ഇത് തന്നെ ആലോചിച്ചു കൂട്ടുക. രണ്ട് ചോദ്യം കൂടെ കഴിയാണെങ്കിൽ തരാം. ആ ചോദ്യം ഉറപ്പായിട്ട് പറയും. ഇടിച്ചു തരാം. അപ്പം നല്ല തിരക്കാണ്. മൺഡേ ആണെങ്കിൽ കൂടെ നല്ല തിരക്കാണ്. എല്ലാവരും എക്സൈറ്റ്മെന്റിലല്ല. അപ്പം നമ്മളിപ്പോൾ ഉള്ള ചീച്ചൻ ഇറ്റ്സ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദി ന്യൂ 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് ആണ്. അതായത് ചീച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന ഈ സിറ്റി മയൻ സിവിലൈസേഷൻ്റെ ഒരു മെയിൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെയാണ്. ഹോം ടു മോസ്റ്റ് ഫേമസ് ആർക്കിയോളജിക്കൽ മായൻ സൈറ്റ്സ് ആണ് ഈ ചീച്ചൻ ഇറ്റ്സ സിറ്റിയിലുള്ളത്. മെക്സിക്കോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ലാൻഡ്മാർക്ക് തന്നെയാണിത്. ഈ ഒരു സിറ്റിയിൽ തന്നെ കുറേ ടെമ്പിൾസും കുറേ സീക്രട്ട് സൈറ്റ്സും ഉണ്ട്. അതിലൊരു മേജർ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നുണ്ട്. അതായത് എൽ കാസ്റ്റെലോ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ആ ടെമ്പിൾ ശരിക്കും പറഞ്ഞ പിരമിഡൽ ഷേപ്പിലാണുള്ളത്. അപ്പം ആ ടെമ്പിളിനെ കുറച്ചധികം ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ അതിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഗൈഡ്സ് വളരെ കുറവായിരുന്നു. അവരൊക്കെ വേറെ ടീംസിൻ്റെ കൂടെ പോയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ ഒറ്റയ്ക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അപ്പോൾ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ഹിസ്റ്ററി ഒന്നും ഈ സ്ഥലത്തിനെ പറ്റി കിട്ടിയില്ല. ഗൂഗിൾ അടിച്ചപ്പോഴാണ് കിട്ടിയത്. നമ്മളെ നാട്ടിലൊക്കെ പോലെ എന്താ പറയുക, അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പം സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയായിരുന്നു ഇവിടെ. കുറച്ചധികം സോവിനിയർ ഷോപ്സും പിന്നെ കുറേ സ്മോൾ ഷോപ്സ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല വെറൈറ്റി ആയിരുന്നു. ഭയങ്കര ഒരു കളർഫുൾ പ്ലേറ്റ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ സ്ഥലത്ത് നമ്മൾ ലോസ്റ്റ് ആയാൽ പിന്നെ ലോസ്റ്റ് ആയത് തന്നെയാണ്. നമുക്കൊരു ലാൻഡ്മാർക്ക് പറയാൻ പോലും നമുക്ക് അറിയാത്ത സ്ഥലമാണല്ലോ. അപ്പം ഇതിൽ കാണുന്ന പോലെ ചീച്ചൻ ഇറ്റ്സ ആക്ച്വലി 1988 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജായി പ്രഖ്യാപിച്ചത്. അങ്ങനെ നമ്മൾ നടന്ന് ചീച്ചൻ ഇറ്റ്സേൻ്റെ ഒരു സെൻട്രൽ അട്രാക്ഷൻ തന്നെയായ ഈ ഒരു പിരമിഡൽ ഷേപ്പുള്ള ടെമ്പിളിൻ്റെ മുന്നിലെത്തി. എൽ കാസ്റ്റെലോ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. അപ്പോൾ ഈ കാണുന്ന ടെമ്പിളിൽ 91 സ്റ്റെപ്സ് അപ്രോക്സിമേറ്റ്ലി 4 സൈഡിലും ഉണ്ട്. അപ്പം ഞങ്ങൾ അത് കാണുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ സൈഡിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്സ്
ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ. പക്ഷെ അതിൻ്റെ അടുത്തായിട്ടും കുറേ ഹിസ്റ്ററീസ് ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഡിഫറെൻ്റ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഡിഫറെൻറ്റ് ടെമ്പിൾസ് ആണ്. അതിൻ്റേതായ കുറേ ഐതിഹ്യങ്ങളുമുണ്ട്. അപ്പം ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഓരോ ഗ്രൂപ്പ്സുകളെ കാണാം. കൂടെ അവരുടെ ഗൈഡും ഉണ്ട്. നമ്മൾ മാത്രമാണ് ഇങ്ങനെ തെരപ്പാര നടക്കുന്നത്, കാരണം ഞങ്ങൾക്ക് ഗൈഡില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ ഓരോ ഗൂഗിൾ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. ഈ ടെമ്പിളിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൾക്കാർ 2 കൈയും വെച്ച് ക്ലാപ്പ് ചെയ്യുമ്പം ഈ ടെമ്പിള് ഒരു എക്കോയിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ക്വെറ്റ്സൽ എന്നൊരു ബേർഡിൻ്റെ ചേർപ്പിംഗ് സൗണ്ട് മിമിക് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഇത് ഒരു ആക്സിഡൻ്റൽ സംഭവം അല്ല കേട്ടോ. ഇത് ഇവരെ കൺസ്ട്രക്ട് ചെയ്യുമ്പം തന്നെ അവർക്ക് മനസ്സിലായ ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഈ ഗൈഡുള്ളവരൊക്കെ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ട് അവർക്ക് ഈ സൗണ്ട് കേൾക്കായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ബേർഡിൻ്റെ ചേർപ്പിംഗ് സൗണ്ട് തന്നെ നമുക്ക് കേൾക്കായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് ആ സൗണ്ട് കേൾക്കുന്നവരെ ട്രൈ ആക്കി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചേർപ്പിംഗ് സൗണ്ട് തന്നെ കേൾക്കാം. ആ ഒരു രംഗമാണ് ഈ കാണുന്നത്. ഗൈസ്, നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ വേൾഡിലത്തെ ഒരു വണ്ടറാണ് നമ്മൾ കണ്ടത് ഇന്ന്, ചീച്ചൻ ഇറ്റ്സ. അപ്പം ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഒരു സെനോറ്റെ കാണാൻ പോവാണ്. ഇക്കിലാണ് പേര്. സെനോറ്റെ എന്താണെന്നൊക്കെ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഓരോ ബാൻഡൊക്കെ കെട്ടി ഈ സെനോറ്റെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം വിശപ്പുണ്ടായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ സെനോറ്റിൽ തന്നെ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ നമുക്കൊരു ബഫേ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സെനോറ്റിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബഫേ ശരിക്കും പറഞ്ഞാൽ പ്യോർ മെക്സിക്കൻ ഫുഡായിരുന്നു. പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നന്നായി തന്നു. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. പക്ഷെ ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് എന്തായാലും വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സെനോറ്റെ ബാക്കി കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ടൈം ഉണ്ടാവുമോ അവിടെ പോകാൻ. കാരണം അതൊരു മസ്റ്റ് വിസിറ്റ് സെനോറ്റെ തന്നെയാണ്. ഒരു ഫേമസ് ഇൻസ്റ്റാഗ്രാമബിൾ സെനോറ്റെയാണ്. വെറൈറ്റി സിസ്റ്റമാണ്. ഒന്ന് ചവിട്ടു. എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം? ചവിട്ടുക, അപ്പൊ വെള്ളം വരും. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇക്കിൽ എന്ന് പറഞ്ഞ സെനോട്ടേന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് നേരെ വിട്ടു നമ്മളുടെ മെയിൻ സെനോട്ടെ കാണാൻ. അപ്പം ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ഇക്കിൽ സെനോട്ടെ. ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അവിടെയും നല്ല തിരക്കായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു നമ്മളെ മെയിൻ സെനോട്ടെ തന്നെ പോയി കാണാമെന്ന്. കാരണം അതാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന സെനോട്ടെ. ഗെയിമൊക്കെ കളിച്ചപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ സെനോട്ടെ. ഗായ്സ്, നമ്മൾ അടുത്ത സെനോട്ടയിൽ എത്തിയിട്ടുണ്ട്. സുയിത്തൻ സെനോട്ടയിലാണ് നമ്മൾ എത്തിയത്. ഞാൻ ഇവരുടെ അടുത്ത് പ്രൊനൗൺസിയേഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ പേര് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഈ സുയിത്താൻ സെനോട്ടയിൽ നീന്താൻ പോവാണ്, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസ്, ശരിക്കും പറഞ്ഞ ഈ സെനോട്ടെ ഭയങ്കര ഇൻസ്റ്റാഗ്രാം ഫേമസ് ആയിട്ടുള്ള ഒരു സെനോട്ടയാണ്. പല സ്ഥലത്തും ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. എങ്ങനെയായിരിക്കും ഈ കേവിൻ്റെ ഉള്ളിലത്തെ സെനോട്ടെ കാണാൻ. അപ്പോൾ ഈ ഗായ്സ്, ഇതാണ് നമ്മൾ സുയിത്താൻ സെനോട്ടെ. കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ ഇത്രയും ദിവസം കണ്ട സെനോട്ടയിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു ഇത്. കാരണം ഇതൊരു വലിയ കേവിൻ്റെ ഉള്ളിലത്തെ
ഒരു സെനോട്ടയായിരുന്നു. വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ആൾക്കാർക്ക് നിന്നിട്ട് ഫോട്ടോസ് എടുക്കും. ഇതാണ് ശരിക്കും ഇൻസ്റ്റഗ്രാമിൽ കാണാറുള്ള ഒരു ഏരിയ. കാരണം അതിന് സെൻട്രൽ ഏരിയയിൽ മുകളിലായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതിൽ കൂടെ സൺലൈറ്റ് വരുമ്പം ശരിക്കും ഒരു സെൻട്രൽ ഏരിയയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ. ഇവിടെ ലൈനിൽ ആൾക്കാർ നിൽക്കുകയാണ് ഓരോ പിക്ചേഴ്സ് എടുക്കാൻ. നമ്മളെന്തോ ഭാഗ്യത്തിന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഗൈസ് കണ്ടില്ലേ, ഇതാ മുകളിലത്തെ ഭാഗം സൺലൈറ്റ് അടിച്ചിട്ടുള്ള സ്പേസാണിത്. ഇവിടെ വീണ്ടും ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം പോർട്രേറ്റിലാണ് വീഡിയോസ് എടുത്തത്. ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കാൻ മറന്നുപോയി ഗൈസ്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മുകളിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെയാണ് സൺലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിലേക്ക് കാണിക്കുന്നത്. ഈ സെനോട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് സിറ്റി കാണാനായിരുന്നു. ആക്ച്വലി നമുക്ക് രാത്രി ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ സിറ്റി ഒന്ന് ഓടിച്ചു കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ചെത്താൻ ഞങ്ങൾ കുറച്ച് ലേറ്റായി, ഒരു 8 മണിയായി. പക്ഷെ നമ്മൾ മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഡ്രസ്സ് ചെയ്ത് കറക്റ്റ് ടൈമിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് നമ്മൾ പ്രീവിയസ് ഡേ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഒത്തൻറ്റിക് മെക്സിക്കൻ ഫുഡ് തന്നെ ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ച മെക്സിക്കൻ റെസ്റ്റോറൻറ്റാണ് നമ്മളിപ്പോൾ എത്തിയത്. ഈ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ വെറൈറ്റി ഡിഷസ് മെക്സിക്കൻ ഫുഡ് ട്രൈ ആക്കി. ശരിക്കും പറഞ്ഞാൽ US-ലത്തെ മെക്സിക്കൻ ഫുഡ് കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പം എനിക്ക് കമ്പയർ ചെയ്യുമ്പം US-ലത്തെ മെക്സിക്കൻ ഫുഡ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കുറച്ച് കൂടുതൽ. പക്ഷേ ഈ ഫുഡും തിരക്കേടില്ലായിരുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ DJ പാർട്ടി ഹാൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. ഈ റിസോർട്ടിലത്തെ നമ്മളെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ് ബാക്ക് ടു ഫിലി. അപ്പം ഗായ്സ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് റിട്ടേൺ ആകുകയാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയത് ഒരു പൊളി സംഭവം തന്നെയാണ്. നമ്മളെ അടിപൊളി ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ കൂടെ ഇങ്ങനത്തെ സ്ഥലത്ത് വരും. അതും നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. എൻ്റെ ശബ്ദമൊക്കെ ഏകദേശം പോയി. പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം, എന്തായാലും ഞങ്ങളിവിടെ റീവിസിറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം കുറച്ചും കൂടെ ദിവസം നിൽക്കണം ഈ ഒരു മെക്സിക്കോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഞങ്ങളെന്തായാലും ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട് അടിപൊളിയായി എൻജോയ് ചെയ്തു. നിങ്ങളും മെക്സിക്കോയിൽ വരികയാണെങ്കിൽ യു ക്യാൻ ട്രൈ ഔട്ട് ദിസ് ഓൾ ഇൻക്ലൂസീവ് റിസോർട്ട്. ബിക്കോസ് ഇതിൽ കുറേ കാര്യങ്ങൾ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഓൾ ഇൻക്ലൂസീവിന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു കം വിത്ത് യുവർ ഫ്രണ്ട്സ്. ബിക്കോസ് അങ്ങനെയാണല്ലോ, കുറേ ആക്ടിവിറ്റീസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പം കുറച്ചും കൂടി ഫണ്ണായിരിക്കും നമ്മൾ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുകയാണ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഡിപ്പാർച്ചർ ടൈം 12 മണിയാണ്. ട്രിപ്പ് പൊളി ട്രിപ്പ് അല്ലായിരുന്നോ? നല്ല ട്രിപ്പ് അല്ലായിരുന്നോ? നല്ല എല്ലാ സ്ഥലവും നമ്മൾ കണ്ടിട്ടില്ലേ? പൊളി ട്രിപ്പ് അല്ലായിരുന്നോ? എസ്പെഷ്യലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസമുണ്ട്. ഇത് നമ്മുടെ മെക്സിക്കൻ ഡിപ്പാർച്ചർ ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ മെക്സിക്കൻ എയർപോർട്ട് തന്നെ ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഒരുപാട് കളേഴ്സ് വെച്ചിട്ടായിരുന്നു അവരുടെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ട് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാമെന്ന്.
കാരണം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അങ്ങനെ ഗായ്സ് നമ്മളൊരു 3 day ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫിലിയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഫിലി എയർപോർട്ട് ഗായ്സ്. എല്ലാവരും നല്ല ടയേർഡിലാണ് ഉള്ളത്. നമ്മളിവിടുന്ന് ഷട്ടിൽ പിടിച്ചിട്ട് പോണം. ഞാൻ നല്ല ടാൻ ആയിട്ടുണ്ട്. Bye. എല്ലാരും ബൈ. ബൈ ഗൈസ്. ബൈ 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 പറ. ഇങ്ങോട്ട് നോക്കി പറ ബോയ്സ്. സെറ്റ്. ഇനി ബാക്കി നമ്മൾ മാത്രം റിമൈനിങ്. അപ്പം ഞങ്ങളെ കൂട്ടത്തിലുള്ള ബാക്കി 2 ഫ്രണ്ട്സ്, ഒരാൾ വെർജീനിയയിലും ഒരാളും ഫിലിയിലേക്കും തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ നെയ്ബേഴ്സ് ആയതുകൊണ്ട് ഒരുമിച്ചിട്ട് ഒരു കാർ എടുത്തിട്ട് പോവാണ്. ഈ 3 ദിവസത്തെ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മളുടെ ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. അപ്പം തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്രേവിങ് ആയിരുന്നു ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ കേരള ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഗായ്സ്, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ മെക്സിക്കൻ വ്ളോഗ് സീരീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് കാണണം. ഐ എം കമ്മിങ് വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റ്സ്. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. Bye-bye.